ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം രാവിലെ എണീറ്റ് തുണി അലക്കാനുള്ളതൊക്കെ അലക്കി മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ശരിക്കുമുള്ള പെരുന്നാൾ ഇന്നാണ്. ഇന്നലെ നമുക്കിവിടെ ആഘോഷമൊന്നുമില്ല, ജസ്റ്റ് ഫുഡ് ഉണ്ടാക്കി കഴിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ അണ്ണൻ്റെ പെങ്ങന്മാർ 3 പേരാണുള്ളത്. അവരുടെ മക്കൾ അവരെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ ബീഫൊക്കെ കട്ട് ചെയ്തെടുക്കുവാണേ. പിന്നെ ഫുഡ് പുറത്തുനിന്നാണ്. പുറത്തുനിന്ന് പറഞ്ഞാൽ സദ്യയാണ്. ഇന്നലെ ബിരിയാണിയൊക്കെ കഴിച്ച് എല്ലാവരും മത്തടിച്ചിരിക്കും. അതുകൊണ്ട് ഇന്ന് സദ്യ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സദ്യ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ബീഫ് ഇച്ചിരി സൈഡിൽ ഇരിക്കുമ്പം ഒരു സന്തോഷം. അതിനുവേണ്ടി ബീഫ് കറി വെക്കാൻ വേണ്ടി അതെല്ലാം കട്ട് ചെയ്തെടുത്തു. പിന്നെ വീടെല്ലാം ഒന്ന് തൂത്തുവാരി എല്ലാം ക്ലീനാക്കിയിട്ട് എല്ലാം നല്ല തുടച്ചെടുത്ത് നേരമായപ്പോഴത്തേക്കും പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ച നേരമായി. ആ നേരത്ത് പിന്നെ മക്കൾ 2 പേരും ഉണ്ടായിരുന്നു. മൂത്തയാൾ നാത്തൂൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവരെ രണ്ടിനെയും കുളിപ്പിച്ചൊരുക്കി. അവർ പുറത്ത് കളിക്കാൻ പോകണമെന്നും പറഞ്ഞ് ചോദിക്കും എന്നോട്. അവിടെ ഗ്രാസിൻ്റെ മണ്ടയിൽ പോയിരുന്ന് കളിച്ചോളൂ. അവർ വീട് കളിക്കാൻ പോകുന്നതാണ്. അവിടെ സ്നാക്സൊക്കെ എടുത്തുകൊണ്ട് പോയി അവിടെ ഇരുന്നുകൊണ്ട് വീട് കളിക്കാനാന്ന് പറഞ്ഞ് പോകും. ആ നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ വിരുന്നുകാരൊക്കെ എത്തിയിട്ടുണ്ട്. ഇതാണ് 3 പെങ്ങന്മാർ, 3 പേര്. ഇത് അവരുടെ മക്കളാണ്. അങ്ങനെ എല്ലാവരും എത്തി. വളരെ സന്തോഷത്തോടെ തന്നെ ഈ പെരുന്നാളും കടന്നുപോയി. നല്ല രസമായിരുന്നു. എല്ലാവരും കൂടെ കുറേ നാളായി എല്ലാവരും ഒന്ന് ഒത്തുകൂടിയിട്ട്. ഈ വർഷം നല്ല രസമായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവച്ച് അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുവാണേ. എല്ലാം പാക്കറ്റിലാണ്. അതെല്ലാം പൊട്ടിച്ച് ഓരോരോ പാത്രത്തിലോട്ടാക്കണം. അങ്ങനെ അതെല്ലാം ചെയ്യുക. പിന്നെ എല്ലാവരും ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ ഇതാണ്. എന്ത് പരിപാടി വന്നാലും ഫോട്ടോ കഴിഞ്ഞുള്ളൊരു പരിപാടികളേ ഉള്ളൂ. ആദ്യം എല്ലാവർക്കും അതാ മുഖ്യം. ഇതെല്ലാം പെങ്ങന്മാരുടെ മക്കളാണ്, അണ്ണൻ്റെ പെങ്ങന്മാരുടെ മക്കളാണ് ഇതെല്ലാം. പിന്നെ ഫുഡെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സദ്യയായിരുന്നു, സൂപ്പർ സദ്യയായിരുന്നു. ചോറുണ്ടായിരുന്നു, തോരൻ, ക്യാബേജ് തോരന്, പയർ മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നു, മോര് കറി ഉണ്ടായിരുന്നു, പരിപ്പ്, ഇത് സാമ്പാർ, അവിയൽ, പച്ചമോരാണ്. പിന്നെ നമ്മുടെ ശർക്കര വരട്ടിയുണ്ട്. ഇത് തീയലാണെന്ന് തോന്നുന്നു. പിന്നെ പഴം പച്ചടി, ഇഞ്ചിക്കറി, മാങ്ങാച്ചാറ്, പാവയ്ക്ക വറുത്തത്, മുളക് കൊണ്ടാട്ടം, പിന്നെ പപ്പടം, പിന്നെ നമ്മളുണ്ടാക്കിയ ബീഫ് കറി ഉണ്ടായിരുന്നു. നല്ല അടിപൊളി സൂപ്പർ ഫുഡാണ്. നമ്മൾ പന്തളത്തൊരു ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. പത്മ കഫേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്ഥിരം അവിടെ പോകാറുള്ളതാണ്. നല്ല അടിപൊളി ഫുഡാണ്. നിങ്ങൾ ആ ഏരിയയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കഴിച്ച് നോക്കും ഒരു ദിവസം. പിന്നെ നമ്മൾ ഹാളിൽ എല്ലാവർക്കും കൂടെ താഴെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇലയൊക്കെ ഇട്ട് സദ്യയല്ലേ. അങ്ങനെ അവിടുന്ന് ആ സെറ്റിയൊക്കെ കുറച്ച് ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ട്, ചെറിയ 2 സെറ്റി ഒന്ന് മാറ്റിയിട്ടിട്ടുണ്ട്. എന്നിട്ട് എല്ലാവരും കൂടെ താഴെ ഇരുന്ന് ഫുഡ് കഴിച്ച് ഇതായിട്ടിരിക്കാൻ സ്ഥലമില്ലാതെ വട്ടം ഇരുന്നതിൻ്റെ നടുക്ക് കയറിയിരുന്ന് കഴിക്കുക. നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ആ നേരത്തെ എല്ലാവരും ഫോട്ടോ സെഷനാണ്. ഒരാൾ മോളിൽ കയറി നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുക. നല്ല അടിപൊളി പായസമായിരുന്നു. ഇതിൻ്റെ കൂടെ അടപ്രഥമനുണ്ടായിരുന്നു. നല്ല സൂപ്പർ പായസമായിരുന്നു. പിന്നെ കുട്ടികളുടെ ഓരോ കലാപരിപാടികളായിരുന്നു. ഓരോരുത്തരായിട്ട് പരിപാടിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം നല്ല നമ്മൾ തക്കടുമോൻ്റെ ഡാൻസ് ആയിരുന്നു. എന്നിട്ട് കുസീതയുടെ ഡാൻസ് കളിക്കുക. നീ കളികളാ വെച്ച്. അയ്യോ, ഇവരെല്ലാം നല്ല ഡാൻസ് കളിക്കുന്ന പിള്ളേരാട്ടോ. പാട്ട് പാടും, ഡാൻസ് കളിക്കും, എല്ലാ കഴിവുകളും ഉള്ള പിള്ളേരാണ്.
ഷാമോടെ സിംഗിൾ ഡാൻസ് ആണ്. എന്തോ ഒരു പാസ് കളിയെന്നെന്തോ അവർ പിള്ളേർ പറഞ്ഞത്, ഞങ്ങളതിന് നിന്ന് കൊടുത്തു. സാധനം ഇങ്ങനെ പാസ് ചെയ്ത് പോകണം. അവസാനം പാട്ട് വെച്ചിട്ടുണ്ട്. പാട്ട് സ്റ്റോപ്പ് ആകുമ്പം ആരുടെ കയ്യിലാണോ അതിരിക്കുന്നത് അവരെ ഔട്ടായി. ഇന്ന് കസേര കളി ഉണ്ടായിരുന്നു. ശരിക്കും ഓണത്തിൻ്റെയൊക്കെ ഒരു വൈബായിരുന്നു. പെരുന്നാളാണെങ്കിലും ഒരു ഓണം പോലെയൊക്കെ നമുക്ക് തോന്നിയത്. ഞങ്ങളെ അടുത്ത അന്താക്ഷരിയാണ്. അന്താക്ഷരി കളിക്കും എല്ലാവരും ഇരുന്ന്. കണ്ണോട് കണ്ണായിടാ മെയ്യോട് മെയ്യായിടാ കാതോടം ലാസ്റ്റ് അക്ഷരമല്ലേ, ലാസ്റ്റ് വാക്കിലാണ്. ആടും ചാപ്പിളെ സൈക്കിൾ ചാപ്പിളെ ഉടുക്കുപിടി പോടലാമ വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കുതുമ്പു വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗക്കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗക്കരിക്കിൻ വെള്ളം. അടുത്ത ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനാണ്. നമ്മുടെ കിളിപ്പോളിനെ അനുകരിച്ച് കാണിക്കുക. നാരങ്ങ സ്പൂൺ കോമ്പറ്റീഷനാണ് അടുത്തതായിട്ട്. ഇതിൽ കുറച്ച് കള്ളക്കളിക്കാരെയൊക്കെ കാണാൻ ഈ മത്സരത്തിൽ. ഇതിനകത്ത് മെയിനായിട്ട് കള്ളക്കളിക്കാരുണ്ട്. ഞാൻ പിന്നെ ആദ്യം തന്നെ ഔട്ടായിട്ടുണ്ട്. കള്ളക്കളി കാണിച്ചവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയുണ്ടാക്കുക. കവിതയാണ്. പിന്നെ അപ്പോഴേക്ക് രാത്രിയായി. പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ച് രാത്രിയായിട്ടും പിള്ളേർക്ക് മടുത്തിട്ടില്ല. അപ്പോൾ അടുത്ത നാടകമാണ് ദേവസേനയും ബാഹുബലിയും. ദേവസേന എഴുന്നള്ളൂ.
എന്തായാലും ഈ വർഷത്തെ ഇത് അടിപൊളിയായിരുന്നു. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് എന്നാൽ ഞങ്ങളുടെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ. നിർത്തക്കി താങ്കളുടെ പണി ചെയ്താൽ മതി. എന്നെ സ്വീകരിക്കാൻ നിങ്ങൾ അതിന് കടക്കുന്നു. നിനക്കുള്ള ശിക്ഷ ഇന്ന് ഭക്ഷണമില്ല.